ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ തോന്നുമെങ്കിൽ തുറന്നു പറയണം. നിങ്ങൾ വളരെ മോട്ടിവേഷനോടുകൂടി വളരെ ഉത്സാഹത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ അതിന് വേണ്ട പ്ലാൻ സെറ്റ് ചെയ്യുന്നു, അതിന് വേണ്ട ഗോൾ സെറ്റ് ചെയ്യുന്നു, നിങ്ങൾക്കറിയുന്ന ആൾക്കാരോട് പറയുന്നു നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. വളരെ എക്സൈറ്റ്മെൻറ്റ്, ഫുൾ ഓൺ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഫസ്റ്റത്തെ കുറച്ച് ദിവസം യു ആർ ക്രഷിങ് ഇറ്റ് ആൻഡ് യു ആർ ഓൺ ഫയർ. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം ദ റിയൽ ലൈഫ് ഹാപ്പൻസ്. ആ മോട്ടിവേഷൻ പോകുന്നു, എന്തെങ്കിലും ഓരോരോ എക്സ്ക്യൂസുകൾ വരുന്നു, ഓഫീസ് ഡെഡ് ലൈൻസ്, ഓഫീസ് പ്രഷർ, മെൻ്റൽ എക്സോഷൻ. നിങ്ങൾ വീണ്ടും എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്നു. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്നുള്ളതല്ലേ. ഞാനും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയ ഒരാളാണ്. ഒന്നല്ല രണ്ടല്ല, 1500 വട്ടം. ഇറ്റ് ഈസ് റിയലി എംബാരസിങ് അല്ലേ? ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്, ഒരു വർക്കൗട്ട് ഡെയിലി ചെയ്യുന്നത്, മണി മാനേജ് ചെയ്യുന്നത്, പ്രൊഡക്റ്റീവായി ഇരിക്കുന്നത്, എന്തിനും ഒരു ചെറിയ ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതിൽ പോലും നമ്മൾ ഡെയിലി ഫെയിൽ ആയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഓരോ തവണ ഫെയിൽ ആവുമ്പോഴും ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നു. എനിക്കതിനുള്ള വിൽ പവർ ഇല്ലാഞ്ഞിട്ടാണ്, എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണ്, എനിക്കതിനുള്ള ഡിസിപ്ലിൻ ഇല്ലാഞ്ഞിട്ടാണ്. ശരിക്കും ഇതിൻ്റെയൊക്കെ റിയൽ റീസൺ ഇതാണോ? നമ്മൾ ലേസി ആയതുകൊണ്ടാണോ? നമ്മൾ വിൽ പവർ ഇല്ലാത്ത ആളായതുകൊണ്ടാണോ? നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഫെയിൽ ആവുന്നത്? ഒരിക്കലുമല്ല. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. എപ്പോഴാണോ നമ്മൾ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, അന്ന് എല്ലാ കാര്യങ്ങളും ശരിയാവും. നിങ്ങൾ എന്നെപ്പോലെ ഒരു സെയിം ബോട്ടിലാണെങ്കിൽ, നിങ്ങളും കൺസിസ്റ്റൻ്റായി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളൊരു ടേണിംഗ് പോയിൻ്റാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഫെയിൽ ആവുന്ന റീസൺസ് എന്താണെന്നും അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഹായ്, മൈ നെയിം ഇസ് നീതു ആൻഡ് ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ നീ തോട്ട്സ് ബൈ നീതു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റീസൺ നമ്പർ 1, നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലാതായിരിക്കുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ തന്നെ വിചാരിക്കുന്നത് അതൊരു പേഴ്സണാലിറ്റി ഫ്ലോ ആണെന്നുള്ളതാണ്. അതായത് ഒരു വീക്കായിട്ടുള്ള ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന, ഒരു ലേസി ആയിട്ടുള്ള ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻകൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് നമ്മളുടെ ബ്രെയിനിലെ ഒരു പ്രോഗ്രാംഡ് റെസ്പോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതായത് നമ്മളെ ബ്രെയിനിൽ ഇത് ഓൾറെഡി നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിൻ ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ ചുറ്റിലും കാണുന്നതും കേൾക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സാഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10 വയസ്സാകുമ്പോഴേക്കും നമ്മളെ ബ്രെയിന് നമ്മളെ ചുറ്റിലുള്ള പല കാര്യങ്ങളും, കാണുന്നതും കേൾക്കുന്നതുമായ പല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, അവരത് പകുതിയാക്കി നിർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ബ്രെയിന് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് ഒരു കാര്യം അൺഫിനിഷ്ഡായി അല്ലെങ്കിൽ ഒരു കാര്യം കംപ്ലീറ്റ് ആയത് വെച്ചിരുന്ന് ഇറ്റ്സ് ഓക്കെ, അതൊരു കുഴപ്പമുള്ളൊരു കാര്യമല്ല. അല്ലാത്ത സാഹചര്യത്തിൽ വേറൊരു സാഹചര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് നമ്മൾ പകുതി ആയപ്പോഴേക്കും നമ്മൾ ആ ഒരു കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുകയാണ് ഓക്കെ, ഐ എം അപ്രീഷിയേറ്റഡ് ഫോർ ദിസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷേ ഇതൊക്കെ നമ്മളെ ബ്രെയിൻ ഫീഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു 10 വയസ്സിന് മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സോ എല്ലാ പ്രാവശ്യവും നമ്മളൊരു കാര്യം ട്രൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഒരു വർക്കൗട്ട്, ഒരു ഡയറ്റ്, ഒരു പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വിചാരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി പറയും നമ്മളോട് ഓക്കെ, ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്കിത് ഇൻകംപ്ലീറ്റ് ആയിട്ട് വിടാം. കാരണം നിങ്ങളെ ബ്രെയിൻ അറിയുന്ന ഒരു പാറ്റേൺ ഇതാണ്. കുറച്ചും കൂടി ഡീപ്പറായി പറയുകയാണെങ്കിൽ, നമ്മൾ ബ്രെയിനിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുമ്പം അത് കൂടുതൽ ഇൻഫർമേഷനേക്കാൾ ഇമോഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എപ്പോഴും ഇമോഷൻസ് ലോജിക്കിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ പറ്റും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. പക്ഷേ നമ്മളെ മൈൻഡ് ആൻഡ് ബോഡി ഓൾറെഡി ഈ കൺസിസ്റ്റൻസി അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ട്രെസ്സ്, ഫെയിലിയർ, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മളെ മൈൻഡ് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ അലാറം വെക്കുന്നു. അലാറം അടിയുന്ന ആ സാഹചര്യത്തിൽ നിങ്ങളെ മൈൻഡ് നിങ്ങളോട് പറയാണ് കുറച്ചും കൂടി നേരം ഉറങ്ങിക്കോളൂ,
അല്ലെങ്കിൽ കുറച്ചും കൂടി നേരം ഉറങ്ങുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ മൈൻഡിൻ്റെ കൂടെ നമ്മൾ പോവുകയാണ്. ശരി, എന്നാൽ കുറച്ചും കൂടി ഉറങ്ങാം, എനിക്ക് ഇനിയും സമയമുണ്ട്. ഇനിയൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയി ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ വിശക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും ഹൗ കംഫർട്ട് ഇസ് ദ ക്രേവിങ് ഫോർ ജങ്ക് ഫുഡ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഹെൽത്തി എന്നുള്ളൊരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ജങ്ക് ഫുഡിൻ്റെ പുറകെ പോകും. നിങ്ങൾ പഠിക്കാൻ വിചാരിക്കും, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവാൻ വിചാരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും നിങ്ങൾക്ക് ഇതിലും സിമ്പിളായിട്ടുള്ള ഈസിയർ ആയിട്ടുള്ള ടാസ്ക് വേറെ ചെയ്യാനുണ്ട്, അത് ചെയ്തോളൂ. എന്തിനാണ് ഇങ്ങനെ ടഫറായിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ നിൽക്കുന്നത്? സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് എന്താണോ അതിലേക്ക് നമ്മൾ തിരിയും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബ്രെയിൻ ഇപ്പോഴും ഒരു ഓൾഡ് സോഫ്റ്റ്വെയറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഈ ഒരു കാര്യം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ബാലി കയറാൻ മലയായിട്ട് മാറും. ഇതിൽ നിന്ന് ഫ്രീ ആവാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് എൻ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിലുപരി നിങ്ങൾ ആരാവണം എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഹൂം ഡു യു വോണ്ട് ടു ബിക്കം? കാരണം കൺസിസ്റ്റൻസി ഈസ് ലെസ് അബൌട്ട് ആക്ഷൻ, ഇറ്റ് ഈസ് മോർ അബൌട്ട് ഐഡൻറ്റിറ്റി. നമ്മുടെ ബോഡി ഫിറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ബോഡി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കുള്ളൂ. സോ നമ്മൾ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിന്ന് പോകത്തേ ഉള്ളൂ. വിൽ പവർ, ഡിസിപ്ലിൻ ഒന്നും നമ്മളെ കൺസിസ്റ്റൻ്റ് ആക്കാൻ പോകുന്നില്ല. എപ്പോഴും നമ്മളെ പറ്റി വിചാരിക്കേണ്ടത് ഐ ആം എ പേഴ്സൺ ഹൂ ഫോളോസ് മൈ പ്രോമിസസ് എവറി ഡേ. ഇത് നമുക്കൊരു നോട്ടാക്കിയിട്ട് നമ്മളെവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഡെയിലി നമ്മളത് വായിക്കുക. അതായത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും ഞാൻ എന്നുള്ളത് ഉറപ്പിക്കുക. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്നതിലൂടെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചു. ആ കാര്യം തുടങ്ങി വെച്ചത് കുറച്ച് കാലം ചെയ്തു, ഒരു ആഴ്ച നമ്മൾ ചെയ്തു, നമുക്കത് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളത് അനലൈസ് ചെയ്യണം. ജസ്റ്റ് പോസ് ആൻഡ് ഒബ്സർവ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ടയേർഡ് ആയതുകൊണ്ടാണോ? നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് ബോറടിച്ചത് കൊണ്ടാണോ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പാസ്റ്റ് അറ്റംപ്റ്റ്സ്, നമ്മൾ ഇതിനു മുമ്പൊക്കെ ചിലപ്പോൾ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, കൺസിസ്റ്റൻ്റ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മേ ബി ചിലപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 വീക്ക് കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. മേ ബി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ എണീക്കാൻ വിചാരിക്കുന്നു, നമ്മൾ അലാറം സെറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് എണീക്കാൻ നേരം നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയുന്നു നിങ്ങളിത് ചെയ്യേണ്ട, നിങ്ങൾക്കതിന് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയുന്നു. സോ വൺസ് നമ്മൾ ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങളൊരു കാര്യത്തിൽ ക്വിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ മുതൽ 7th ഡേ അല്ല 8th ഡേ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ച നിങ്ങൾ ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നിങ്ങളൊരു 5 minutes എങ്കിലും ഒരു ഡേ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഡെയിലി നമ്മൾ 8th ഡേ 9th ഡേ 10th ഡേ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മളെ ഓൾഡ് പ്രോഗ്രാമിങ് എന്താവും, ഓൾമോസ്റ്റ് അത് വീക്കായി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഹാബിറ്റ് നമ്മളെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വേറെ ഒന്ന്, നമ്മൾ സ്റ്റോപ്പ് നെഗോഷിയേറ്റിംഗ് വിത്ത് അവർ ബ്രെയിൻ. അതായത് നമ്മളിപ്പം രാവിലെ നേരത്തെ എണീക്കാൻ തീരുമാനിച്ചു, നമ്മൾ രാവിലെ നേരത്തെ എണീക്കാൻ അലാറം വെക്കുന്നു, നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെ ബ്രെയിനായിട്ടൊരു ഡിബേറ്റാണ്, ഞാനിപ്പോൾ എണീക്കണോ? അപ്പോൾ തന്നെ ബ്രെയിൻ നമുക്ക് കുറേ എക്സ്ക്യൂസ് പറഞ്ഞുതരും. യു ആർ ടു ടയേർഡ്, നിങ്ങൾ ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്, നിങ്ങളിപ്പോൾ എണീക്കേണ്ട ആവശ്യമില്ല, ജിമ്മിൽ നമുക്ക് നാളെ പോവാം. ഇങ്ങനെയുള്ള കുറേ എക്സ്ക്യൂസസ് നമുക്ക് ബ്രെയിൻ പറഞ്ഞു തരും. ആ എക്സ്ക്യൂസസിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. യു ഹാവ് ടു ബ്രേക്ക് ദാറ്റ് എക്സ്ക്യൂസ് ആൻഡ് കം ഔട്ട് ഓഫ് ദാറ്റ്. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിൽ ക്രിയേറ്റ് എ സിസ്റ്റം ആൻഡ് വിൽ ബി കൺസിസ്റ്റൻറ്റ്. Consistency become more easier when you remove the entire negotiation process with your brain. ആ നെഗോസിയേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ രാവിലെ എണീറ്റിട്ടോ ഇന്ന് ഞാൻ ബ്രഷ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇറ്റ് ഈസ് ബിക്കം എ പാർട്ട് ഓഫ് അവർ ലൈഫ്.
അതേപോലെ നമ്മളിപ്പം ഈ ജിമ്മിൽ പോകുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വീക്ക്ലി ത്രൈസ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ആക്കി നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ വർക്ക് പോലെ ആക്കിയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ. അതിനാണ് നമ്മളൊരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ വർക്കൗട്ട് എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഒരു 10 kg ലൂസ് ചെയ്യാനാണ് നമ്മളെ ഒരു പ്ലാൻ എങ്കിൽ ആ 10 kg ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം നിർത്തരുത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു എക്സൈറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ അത് നിർത്തരുത്. നമ്മളത് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. അതിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൺ എലിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് പോകാനുള്ള ഒരു എന്തൂസിയാസം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങൾ പിക്ക് ചെയ്യുക. നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങളത് പിക്ക് ചെയ്യുക. അത് കൺസിസ്റ്റൻ്റായി ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്ക് നിങ്ങൾ കുറേ ഫൺ എലിമെൻറ്റ്സ് ആഡ് ചെയ്യുക. നിങ്ങളത് ക്വിറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നിട്ട് അതുപോലെ നമ്മൾ ഓരോരോ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഓരോരോ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറാവരുതല്ലോ. നമുക്കൊരു ലൈഫേ ഉള്ളൂ. അത് നമ്മൾ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ, ഇൻ എ വണ്ടർഫുൾ വേ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബ്രെയിൻ ഇപ്പം പഴയ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, റീപ്രോഗ്രാം ചെയ്തേ പറ്റുള്ളൂ. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.